അമേരിക്കയെപ്പോലെ ലോക പോലീസ് ചമയാൻ ശ്രമിക്കുകയാണ് ഇസ്രായേലും അവരുടെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഖത്തറിനെ ആക്രമിച്ചതോടെ ആകെ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഇസ്രായേൽ. ഗാസയിലെ പട്ടിണി പാവങ്ങളെ കൊന്നൊടുക്കുകയാണ് ഇസ്രായേൽ. ഹിസ്ബുള്ളയെയും ഹമാസിനെയും ഒക്കെ ഏതാണ്ട് ഒതുക്കി കഴിഞ്ഞു. ഇസ്രായേലിന് പക്ഷേ ഒരിടത്ത് മാത്രം പിടിച്ചു നിൽക്കാനാവുന്നില്ല. അത് മറ്റാരുമല്ല, 510 കോടിയുടെ അമേരിക്കൻ പോർവിമാനം കടലിൽ വീഴ്ത്തുക, ചെങ്കടലിലെ US, യൂറോപ്യൻ കപ്പലുകൾ ആക്രമിക്കുക, വേണ്ടിവന്നാൽ മുക്കിക്കളയുക, ഇസ്രായേലിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകളും റോക്കറ്റുകളും പായിക്കുക എന്നിവയൊക്കെ ചെയ്ത് വലിയ തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കുന്ന ഹൂതികൾക്ക് മുന്നിൽ ഇസ്രായേൽ മുട്ടുമടക്കിയ മട്ടാണ്. അതാണ് ഒരിടവേളയ്ക്ക് ശേഷം ടെലവീവിൽ കണ്ടത്. ഡസൻ കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകളാണ് കഴിഞ്ഞ ദിവസം ടെലവീവിലെത്തിയത്. യമനിലെ ഹൂതികൾ അമേരിക്കയ്ക്കും ഇസ്രായേലിനും സഖ്യകക്ഷികൾക്കും സൃഷ്ടിക്കുന്ന തലവേദന ചില്ലറയല്ല. ആഭ്യന്തര യുദ്ധത്തിൽ തകർന്ന യമനിൽ നിന്ന് ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുക്കാനും ചെങ്കടലിൽ ആക്രമണം നടത്താനും ശേഷിയുള്ള ഈ ഹൂതികൾ ആരാണ്? എവിടെ നിന്നാണ് അവർക്ക് പണവും സൈനിക സഹായവും ലഭിക്കുന്നത്? മലമടക്കുകളിലിരുന്ന് ഒളിപ്പോര് നടത്തിയ പ്രാകൃത സംഘം എന്ന നിലയിൽ നിന്ന് അമേരിക്ക പോലും മുട്ടാൻ മടിക്കുന്ന ശക്തിയായി ഹൂതികളെ മാറ്റിയത് അബ്ദുൽ മാലിക് അൽ ഹൂതി എന്ന ചെറുപ്പക്കാരനാണ്. വടക്കുകിഴക്കൻ യമനിലെ ഷിയ മുസ്ലിങ്ങളിലെ ന്യൂനപക്ഷ വിഭാഗക്കാരാണ് സയാദികൾ. 1990കളുടെ അവസാനത്തിൽ ഈ വിഭാഗത്തിൽപ്പെട്ട ഹൂതി കുടുംബത്തിൻ്റെ നേതൃത്വത്തിൽ രൂപപ്പെട്ട മതനവീകരണ പ്രസ്ഥാനമാണ് ഇന്നത്തെ ഹൂതികളുടെ സംഘടിത ശക്തിയുടെ അടിസ്ഥാനം. യമനിൽ നഷ്ടപ്പെട്ടു പോയ അധികാരം തിരികെ പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ ഹുസൈൻ അൽ ഹൂതിയാണ് പ്രസ്ഥാനത്തിന് തുടക്കമിട്ടത്. ഹുസൈൻ്റെ സഹോദരൻ അബ്ദുൽ മാലിക് അൽ ഹൂതിയാണ് ഇപ്പോഴത്തെ തലവൻ. ഇസ്രായേലിനും US-നും അവരുടെ പങ്കാളികൾക്കുമെതിരെ ഇറാൻ നയിക്കുന്ന പ്രതിരോധ സേനയിലെ അംഗങ്ങളാണ് തങ്ങളെന്ന് പറയുന്ന ഹൂതികൾ. സർവശക്തൻ്റെ പടയാളികൾ എന്നാണ് സ്വയം വിശേഷിപ്പിക്കുന്നത്. യമനിലെ ഏകാധിപതിയായ പ്രസിഡന്റ് അലി അബ്ദുള്ള സലായ്ക്കെതിരെ 2000-ൻ്റെ തുടക്കത്തിൽ തുടരെ ആക്രമണങ്ങൾ നടത്തിയാണ് ഹൂതികൾ ശ്രദ്ധയാകർഷിച്ചത്. വടക്കൻ യമനിൽ പ്രത്യേക അധികാര കേന്ദ്രം പ്രഖ്യാപിക്കണമെന്നും പരമാധികാരം വേണമെന്നുമായിരുന്നു ആവശ്യം. 2011-ലെ അറബ് വസന്തം യമനിൽ അധികാര കൈമാറ്റത്തിന് വഴിവെച്ചു. സലാ സ്ഥാനമൊഴിഞ്ഞ് വൈസ് പ്രസിഡന്റ് അബ്ദ്രാബു മൻസൂർ ഹാദിക്ക് വഴിമാറി. ഹൂതികൾ ഇതിനെ സുവർണാവസരമായി എടുത്തു. വടക്കൻ പ്രവിശ്യയായ സാദ ആദ്യം പിടിച്ചു. പിന്നാലെ യമൻ്റെ അന്നത്തെ തലസ്ഥാനമായിരുന്ന സനായും പിടിച്ചു. 2015-ൽ പടിഞ്ഞാറൻ യമനിലെ കൂടുതൽ ഭാഗങ്ങൾ ഹൂതികൾ കൈവശപ്പെടുത്തിയതോടെ ഹാദിക്ക് പ്രാണരക്ഷാർത്ഥം നാടുവിടേണ്ടി വന്നു. ഇങ്ങനെ പോയാൽ ഹൂതികൾ യമൻ മുഴുവൻ പിടിച്ചെടുക്കുമെന്നും അത് തങ്ങൾക്ക് ഭീഷണിയാകുമെന്നും തിരിച്ചറിഞ്ഞ സൗദി അറബ് രാജ്യങ്ങളുടെ സഖ്യമുണ്ടാക്കുകയും യമനിലെ ആഭ്യന്തര യുദ്ധത്തിൽ ഇടപെടുകയും ചെയ്തു. പക്ഷേ വർഷങ്ങൾ യുദ്ധം ചെയ്തിട്ടും ഹൂതികൾക്ക് കാര്യമായ ക്ഷീണം വരുത്താനോ അവർ പിടിച്ചെടുത്ത സ്ഥലങ്ങൾ തിരിച്ചു പിടിക്കാനോ സൗദിക്ക് കഴിഞ്ഞില്ല. 1,60,000 പേർക്ക് യുദ്ധത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു. 40 ലക്ഷം പേർ വീടും നാടും നഷ്ടപ്പെട്ട അഭയാർത്ഥികളായി. ഒടുവിൽ സൗദി ഹൂതികളുമായി സമാധാനത്തിന് തയ്യാറായി. ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ യമൻ ഏറെക്കുറെ സമാധാനത്തിൻ്റെ പാതയിലേക്ക് മടങ്ങുന്നതിനിടെയാണ് ഹമാസിൻ്റെ മിന്നലാക്രമണവും തുടർന്നുള്ള ഇസ്രായേലിൻ്റെ ഗാസ യുദ്ധവും. പലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഹൂതികൾ ഇസ്രായേലിനെതിരെ രൂക്ഷമായ ആക്രമണമാണ് നടത്തിയത്. അമേരിക്കയുടെ മരണം, ഇസ്രായേലിൻ്റെ മരണം, ജൂതന്മാർ മുടിയട്ടെ, ഇസ്ലാം ജയിക്കട്ടെ എന്നതാണ് ഹൂതികളുടെ മുദ്രാവാക്യം. ഹൂതികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നത് ഇറാനാണെന്ന് US-ഉം സഖ്യകക്ഷികളും ആരോപിക്കുന്നു. യമനിലെ ആഭ്യന്തര യുദ്ധകാലത്ത് ഡ്രോണുകളും ക്രൂസ് മിസൈലുകളും ബാലിസ്റ്റിക് മിസൈലുകളും വരെ ഇറാൻ ഹൂതികൾക്ക് നൽകാൻ തുടങ്ങിയെന്നും ഇത് ഇപ്പോഴും തുടരുകയാണെന്നും അവർ ആവർത്തിക്കുന്നു. എന്നാൽ ഇറാനാകട്ടെ ആരോപണങ്ങളെല്ലാം നിഷേധിക്കുകയാണ്. രാഷ്ട്രീയ പിന്തുണ മാത്രമാണ് ഹൂതികൾക്ക് നൽകുന്നതെന്നാണ് ഇറാൻ പറയുന്നത്. ഇസ്രായേൽ പലസ്തീനിൽ നടത്തുന്ന അധിനിവേശങ്ങൾക്കും മനുഷ്യത്വരഹിതവുമായ ആക്രമണങ്ങൾക്ക് മറുപടി നൽകുകയാണ് തങ്ങളെന്നാണ് ഹൂതികൾ പറയുന്നത്. ഇസ്രായേൽ ഗാസയിലെ ആക്രമണം അവസാനിപ്പിച്ചാൽ മാത്രമേ യമനിൽ നിന്നുള്ള മിസൈൽ ലോഞ്ചറുകൾക്ക് വിശ്രമമുണ്ടാകുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകുന്നു. അതിൻ്റെ ഭാഗമായാണ് ചെങ്കടലിലൂടെ പോകുന്ന കപ്പലുകൾ ആക്രമിക്കുന്നതും സാധനങ്ങൾ കൈവശപ്പെടുത്തുന്നതും പലപ്പോഴും മുക്കിക്കളയുന്നതും. ഇസ്രായേലുമായി ബന്ധപ്പെട്ട കപ്പലുകളെയെല്ലാം ഏദൻ കടലിടുക്ക്, അറബിക്കടൽ, ഇന്ത്യൻ മഹാസമുദ്രം, മെഡിറ്ററേനിയൻ കടൽ എന്നിവിടങ്ങളിൽ ആക്രമിക്കുമെന്നാണ് ഹൂതികളുടെ പ്രഖ്യാപനം. ഗാസയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുള്ള ആക്രമണം ആഗോള ചരക്ക് നീക്കങ്ങളിലുണ്ടാക്കിയത് ഭീമമായ സാമ്പത്തിക നഷ്ടമാണ്. ഹൂതികളെ ഭയന്ന് കപ്പലുകൾ ദക്ഷിണാഫ്രിക്ക തീരം ചുറ്റി അധിക ദൂര യാത്ര ചെയ്താണ് ഇപ്പോൾ ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തുന്നത്. ചെങ്കടലും തീരപ്രദേശവും ഉൾപ്പെടെ യമനിലെ വടക്ക് പടിഞ്ഞാറൻ മേഖല പൂർണ്ണമായും ഹൂതികളുടെ നിയന്ത്രണത്തിലാണ്. മറുഭാഗമാകട്ടെ സൗദി പിന്തുണയുള്ള സർക്കാരിൻ്റെ കയ്യിലും. ഏതനാണ് ഭരണകേന്ദ്രം. എന്നാൽ യമനികളിൽ ഭൂരിഭാഗവും പാർക്കുന്നത് ഹൂതി അധീന പ്രദേശങ്ങളിലായതിനാൽ നികുതി പിരിച്ചും സ്വന്തമായി കറൻസി പ്രിൻ്റ് ചെയ്ത് സമാന്തര സർക്കാർ ഭരണം നടത്തുകയാണ് ഹൂതികൾ.